ഹായ് ഓൾ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്കത് പഠിച്ചെടുക്കാം അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. എന്താ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമ്മളെ 5-6 മാർക്കാണ്. നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയണം എന്താണ് ട്രിഗണോമെട്രി, എന്തിനാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഡെയിലി ലൈഫിലാണെന്നുണ്ടെങ്കിൽ പല ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓഷൻ ടെക്നോളജി പഠിക്കാനായിട്ട്, എയറോനോട്ടിക്കലില് സമയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ആംഗിൾ എവിടെയൊക്കെ വരുന്നോ എന്താ പറഞ്ഞാൽ ആംഗിൾ എവിടെയൊക്കെ വരുന്നോ അവിടെ നമുക്ക് എന്ത് വേണം? ട്രിഗണോമെട്രി വേണം. ഓക്കെ, അപ്പൊ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് പറയുമ്പോൾ ഏതൊക്കെ വരുന്ന പഠിച്ചിരിക്കുന്നത്? സൈൻ ഏതാ വരിക? സൈൻ. പിന്നെ ഏതാ? കോസ്. പിന്നെ ഏതാ വരിക? ടാൻ. മക്കളെ ഇവരൊന്നും വരുന്ന എന്തല്ല, ഒറ്റയ്ക്കല്ല. അവരോട് ആരുണ്ട്? അവരുടെ ആംഗിൾ ഉണ്ട്. എന്തുണ്ട്? ആംഗിൾ. അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇവരെ അറിയപ്പെടുന്ന പേരാണ് എന്ത് പറയും? അവരെ പറഞ്ഞ പേരാണ് ഫണ്ടമെന്റൽ ട്രിഗണോമെട്രി. എന്താ പറയുക? ഫണ്ടമെന്റൽ ട്രിഗണോമെട്രി. അതായത് സൈൻ, കോസ്, ടാൻ. ഇവരെ പറഞ്ഞ പേരെന്താ? ഫണ്ടമെന്റൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ ആണല്ലോ? സംശയമില്ലല്ലോ? ഇല്ല. അപ്പോ ഇതാണ് ഫണ്ടമെന്റൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നമ്മൾ എവിടെ വരെ പഠിച്ചു? നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ട്രിഗണോമെട്രി പഠിച്ചോളൂ. ഇത് മുന്നേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ +1 വരുമ്പോൾ എന്ത് വരും? കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ആവും. ആവുമല്ലോ? അപ്പൊ നമ്മൾ പുതിയ പഠിക്കും. ആ പഠിക്കുന്നതിന്റെ പേരാണ് റെസിപ്രോക്കൽ ഫോഴ്സ്. എന്താ പറയുക? റെസിപ്രോക്കൽ ഫോഴ്സ്. ഓക്കെ ആണോ? ഇടുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു സൈൻ, കോസ്, ടാൻ. ഇതെന്താ? ഫണ്ടമെന്റൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. റെസിപ്രോക്കൽ ഫോഴ്സ് അപ്പോൾ ആരൊക്കെയായിരിക്കും? സൈനെ തിരിച്ചിടുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, കോസിനെ തിരിച്ചിടുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ടാനെ തിരിച്ചിടുമ്പോൾ എന്തുണ്ടാവും? ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പൊ സൈനെ തിരിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഫംഗ്ഷൻ നമുക്ക് പഠിച്ചു വെച്ചോ. കൊസീക് തീറ്റ. എന്താ പറഞ്ഞേ? കൊസീക് തീറ്റ. അത് ആരെ തിരിച്ചിടുമ്പോഴാ? സൈൻ. അതായത് സൈന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കൊസീക് തീറ്റ. കിട്ടിയോ? പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ നോക്കാം. സൈൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഫണ്ടമെന്റൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അതിനെ തിരിച്ചിടുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എന്ത് കിട്ടും? കൊസീക് തീറ്റ. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത സീക് തീറ്റ എന്താ വരിക? സീക് തീറ്റ 1/cos തീറ്റ ആണെന്ന് സീക് തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അപ്പൊ എന്ത് വരും മക്കളെ? കോട്ട് തീറ്റ. കോട്ടിന് വെച്ചാൽ എന്താ? 1/tan തീറ്റ ആണെന്ന് കോട്ട് തീറ്റ. നമ്മൾ പഠിച്ചിത്രേ ഉള്ളൂ. സൈൻ, കോസ്, ടാൻ. പറഞ്ഞേ. സൈൻ, കോസ്, ടാൻ. മൂന്നെണ്ണം എന്താ? ഫണ്ടമെന്റൽ ട്രിഗണോമെട്രി. പറ. കൊസീക്, സീക്, കോട്ട്. അതെന്താ? നമ്മുടെ റെസിപ്രോക്കൽ ഫോം. സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇക്വേഷൻസ് കൂടെ ഒന്ന് പഠിക്കാം. ഓക്കെ, അതൊക്കെ കൊച്ചു ക്ലാസ് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബേസ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊന്നുമല്ല, എന്താണ് സൈൻ, കോസ്, ടാൻ? നമ്മൾ ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മക്കളെ നോക്കടാ. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതൊരു ആംഗിൾ ആണ്. ഓക്കെ, ഒരു ആംഗിൾ അല്ലേ? നമ്മൾ എന്താ കൊടുക്കുക? തീറ്റ എന്ന് കൊടുത്തു. തീറ്റ എന്ന് കൊടുത്തു. ഇതിന് നേരെ ഇവിടെ കിടക്കുന്ന സൈഡിനെ പറഞ്ഞ പേരാണ് ഓപ്പോസിറ്റ് സൈഡ്. എന്ത് പറയും? ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ ആണ്. നേരെ അടുത്തതിനെ പറഞ്ഞ പേര് എന്താ? അഡ്ജസന്റ് സൈഡ്. എന്താ പറയാ? അഡ്ജസന്റ് സൈഡ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ പറഞ്ഞ പേര് ഹൈപ്പോട്ടനസ്. എന്താ പറയാ? പറഞ്ഞേ. ഹൈപ്പോട്ടനസ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ പഠിച്ചു വെച്ചോ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓ എന്ത് പറഞ്ഞാൽ മതി? ഓ എന്ന് സിംപിളി പറഞ്ഞാൽ മതി. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അങ്ങനെയാ. കോസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. എളുപ്പമല്ലേ? ഇങ്ങനെ വിളിച്ചാൽ എളുപ്പമല്ലേ? ഓക്കെ. അങ്ങനെയാ. ടാൻ തീറ്റ എന്ത് വരും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്, വേറെ ഒന്നുമില്ല. അതായത് സൈനിൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. കോസിൽ എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അങ്ങനെ ടാൻ തീറ്റ എന്ത് വരൂടാ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തോട്ട് പോവാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്ത് പഠിച്ചു? ഫണ്ടമെന്റൽ ട്രിഗണോമെട്രി പഠിച്ചു, റെസിപ്രോക്കൽ ഫോം പഠിച്ചു, അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കണം ഒരു ടേം കൂടെ ഉണ്ട്. അതിനെ പറഞ്ഞ പേരാണ് കോഫങ്ഷൻ. എന്താ പറയാ? കോഫങ്ഷൻസ്. ഓക്കെ ആണ്. പഠിച്ചു വെച്ചോ മക്കളെ. സൈന്റെ കോഫങ്ഷൻ ആരാ? കോസ്. സൈന്റെ കോഫങ്ഷൻ കൊസൈൻ ആണ് പറയാ. കൊസൈൻ ആരാ? കോസ്. അങ്ങനെയാണെങ്കിൽ കോസിന്റെ കോഫങ്ഷൻ ആരാ? സൈൻ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സീക്കിന്റെ കോഫങ്ഷൻ ആരാ മക്കളെ? കൊസീക്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കൊസീക്കിന്റെ ആരാ? സീക്. നോക്കിയേ മക്കളെ. ടാന്റെ കോഫങ്ഷൻ ആര് വരും? കോട്ട് വരും. അങ്ങനെയാണെങ്കിൽ കോട്ടിന്റെ ആര് വരും?
റൂട്ടിന്റെ ആരുമല്ല ഞാൻ തന്നെയാണ്. അപ്പൊ ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ആദ്യം പഠിച്ചു ഫണ്ടമെന്റൽ ട്രിഗണോമെട്രി. ആരൊക്കെയാ? സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. രണ്ടാമത് പഠിച്ചു അവൻ റെസിപ്രോക്കൽ ഫോം. ഇത് പഠിച്ചു റെസിപ്രോക്കൽ ഫോം. ആരൊക്കെ വരും? സൈൻ റെസിപ്രോക്കൽ ആരാ? കൊസീക്. കൊസിന്റെ ആരാ? സീക്. ടാന്റെ ആരാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ നമ്മൾ ഇത് പഠിച്ചു, ഒരു ടിപ്പ് പഠിച്ചു. സൈൻ കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് കണ്ടുപിടിക്കാൻ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂസിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇത് ഞാൻ ഇപ്പോൾ ഒന്ന് റബ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമ്മുടെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു 30-60-90 ട്രയാങ്കിളിലെ റേഷ്യോ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? എന്താ പറയാ? 1:√3:2 ഇങ്ങനെയാണല്ലോ. അത് സംശയമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ മക്കളെ സൈൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താ സൈൻ തീറ്റ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആണോ ഇല്ലയോ? ഞാൻ ഒരു ബോക്സ് കാണിക്കാം. എളുപ്പത്തിൽ പഠിക്കാൻ ഈ ബോക്സ് കാണാൻ വെച്ചാൽ ഇവിടെ 0 ഡിഗ്രി, നിലവിൽ ഞാൻ 30 ഡിഗ്രി എഴുതാം. 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ ആണ്. ഇവിടെ ഞാൻ ആദ്യത്തെ ഫോമിൽ എടുക്കുന്നത് സൈൻ. എന്താ എടുക്കുന്നത്? സൈൻ. സൈൻ ഇക്വേഷൻ മക്കളെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണ് എത്ര? സൈൻ 30 എന്ത് വരും? 30യുടെ നേരെ ഓപ്പോസിറ്റ് ആരാ? 1 ആ. അപ്പൊ എന്ത് വരും? 1 ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാ? സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് എത്ര? സൈൻ 60 എന്ത് വരും? അതിന്റെ ഓപ്പോസിറ്റ് ആരാ? √3. അപ്പൊ എന്ത് വരണം? √3 ബൈ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെ സൈൻ 45. 45ന്റെ സൈൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. എന്താ? 45 1:1:2 √2 അല്ലേ? അപ്പൊ പറ 45 1 ബൈ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ.